ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ പ്രതികൂലങ്ങളിൽ നിന്നും എന്തുകൊണ്ട് ദൈവം എന്നെ വിടുവിക്കുന്നില്ല? ഞാൻ ഒരുപാട് കരയുന്നുണ്ടല്ലോ, ഞാൻ ഒത്തിരി നേർച്ച കാഴ്ചകൾ ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. മനുഷ്യരുടെ കൈകൾ നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് നീണ്ടു വന്നു എന്നിരിക്കുകയില്ല. മനുഷ്യർ നാം ആഗ്രഹിച്ച സമയത്ത് നമ്മെ സഹായിച്ചു എന്ന് വരികയില്ല. നാം പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് സഹായം ലഭിച്ചു എന്ന് വരികയില്ല. പക്ഷേ രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവികൾ മന്ദമായിട്ടുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത്. എങ്കിലും നാം അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ നമ്മെ കരുതുന്ന കരങ്ങൾ ഒരു നാളും കുറുകിപ്പോകാത്ത കരങ്ങളാണ്. ഭൂമിയിലെ ഏതെല്ലാം കരങ്ങൾ കുറുകിപ്പോയാലും, ഏതെല്ലാം നമ്മുടെ സ്വന്തക്കാരോ ബന്ധക്കാരോ വളരെ ബന്ധുമിത്രാദികളോ നമ്മെ വളരെയധികം സ്നേഹിക്കുന്ന സ്നേഹിതരോ ആരും മറന്നുപോയാലും മറന്നു പോകാത്ത ഒരു സ്വർഗത്തിലെ അപ്പനുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ, നാം യേശുവിൻ്റെ വാക്ക് കേട്ട് യേശുവിൻ്റെ വചനം കേട്ട് ഈ ബൈബിൾ പ്രകാരം ജീവിക്കുന്ന ഒരു ദൈവദാസനോ ദൈവദാസിയോ ആകുന്നുവെങ്കിൽ ആ കർത്താവിൻ്റെ കരങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് കുറുകിപ്പോയിട്ടില്ല. നാം എത്ര ആഴിയുടെ ആഴിയിലേക്ക് താഴ്ന്നു പോയാലും അവന് നീട്ടിയ ഭുജത്താലും ബലമുള്ള വീര്യമുള്ള വലം കൈയാലും നമ്മെ വിടുവിച്ച് രക്ഷിക്കുന്ന ഒരു സ്വർഗത്തിലെ അപ്പൻ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നാം ഭാഗ്യശാലികളാണ്. നാം ഭാഗ്യമില്ലാത്ത മറ്റുള്ളവരെ പോലെയല്ല. ജീവനുള്ള ദൈവത്തെ അറിയാത്ത മറ്റുള്ളവരെ പോലെയല്ല. ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നാം അത്രയും ഭാഗ്യശാലികൾ. കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല, ആ കാതുകൾ മന്ദമായിട്ടില്ല. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവ പൈതലേ, നിന്റെ ജീവിതം നീ വീണ്ടും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക.